സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നാരങ്ങ ഉപ്പിലിടുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറച്ച് കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അതിന് ഞാനൊരു 20 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ആവിയിൽ വേവിക്കുന്നത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവും ഇതിൻ്റെ തൊലി. പിന്നെ പെട്ടെന്ന് എടുക്കാനും പറ്റും, ഉപ്പിലിട്ടതും അച്ചാറൊക്കെ ആവിയിലൊന്ന് വേവിക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. അതിൻ്റെ തുണി, ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയാം. ഇനി നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. 4ആയിട്ടാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പം മുറിച്ചതിൻ്റെ കുരു കളയുന്നുണ്ട്. കുരു കളഞ്ഞിട്ട് നമുക്കിതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. കാന്താരിയും പിന്നെ നാരങ്ങയും ഉപ്പിലിട്ടാൽ നല്ലൊരു മണമാണതിന്. കുപ്പി തുറക്കുമ്പോൾ പിന്നെ ഒരു കഷ്ണം മതി നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ. അപ്പോൾ നാരങ്ങ മുറിച്ച് കഴിഞ്ഞു, ഏതാണ്ട് മുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉണങ്ങിയ കുപ്പി, നല്ല ചില്ലിൻ്റെ കുപ്പി തന്നെ വേണം നാരങ്ങ ഉപ്പിലിടാനും അച്ചാറൊക്കെ ഇടാൻ. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പിയിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് നാശമാവും, പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഇനി നമുക്കിത് കുപ്പിയിലിട്ട് വയ്ക്കാം. ചില്ല് കുപ്പിയിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ കുപ്പി നിറച്ചുണ്ട് 20 നാരങ്ങ. ഇനി കുറച്ച് വെളുത്തുള്ളിയും കാന്താരിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. വെളുത്തുള്ളി നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉപ്പിട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഉപ്പാണ് ഇടുന്നത്. പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. 2-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഉപ്പ് നോക്കുമല്ലോ, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വേണ്ടെന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. കാന്താരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടുവെള്ളം, തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഒഴിക്കരുത്, നമ്മൾ വെള്ളം ചൂടാക്കി തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക.